ഹലോ, വെൽക്കം ടു മൈ പുതിയൊരു ഹോം വ്ലോഗ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ന്യൂ വ്ലോഗായിട്ട് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വ്ലോഗാണ്. അപ്പോൾ അന്ന് രാവിലെ ഒരുപാട് നാളെ ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉണ്ണിയുടെ ചോറ് കൊടുക്കലിന് പോയതാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വീടിന് തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കാണ് രാവിലെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്നത്. അപ്പം അമ്പലത്തിൽ വന്ന് തൊഴുതു. ഉണ്ണിക്കുട്ടി രാവിലെ നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അവനെ എണീപ്പിക്കാതെ ഞാൻ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയത്. അവൻ എണീക്കുമ്പോഴേക്കും തിരിച്ചു വരണമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തായതുകൊണ്ട് വേഗം ഒന്ന് ഓടിപ്പോയി വരാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ്. ഞാൻ വരുമ്പോൾ ഒരാൾ ഉണ്ണിക്കുട്ടൻ എന്താ പതിവില്ലാണ്ട് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. ഒരു 6-6:30 ആയപ്പോൾ തന്നെ എണീറ്റു. അപ്പൊ അവനെ വീണ്ടും കുറച്ചു നേരം കളിപ്പിച്ച് പിന്നെ പാലൊക്കെ കൊടുത്ത് ഉറക്കി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആശാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ അവൻ എണീക്കുമ്പോ കാണുന്ന എൻ്റെ ഒരു രൂപമല്ല അവൻ കണ്ടിട്ടുള്ളത്. എണീറ്റപ്പോ തന്നെ അത്ര അധികം ഉറക്കച്ചടവ് പോയിട്ടില്ല ആശാന്റെ മുഖത്ത്. അതുകൊണ്ട് അധികം ചിരിയൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരുപാട് ചിരിക്കുന്ന ആളാണ്. കുട്ടിയുടെ അച്ചാച്ചി അച്ഛമ്മയൊക്കെ ബാംഗ്ലൂരിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരും. ഞാൻ ഉണ്ണിക്കുട്ടനെ ആന്റിനോട് വിശേഷങ്ങൾ പറഞ്ഞ അവിടെ ഉമ്മർ തന്നെ വർത്താനം പറഞ്ഞ് നിൽക്കുക. ഒരാൾ നോക്കിയാൽ ക്യാമറയ്ക്ക് തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആന്റി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി. ഞാൻ പൊതുവെ രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കും. കഴിച്ചിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, വിശക്കുണ്ട്. ഓക്കെ, അപ്പൊ അമ്പലത്തിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, എനിക്ക് എവിടെയാണെങ്കിലും രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഇന്ന് ചപ്പാത്തി ആയിരുന്നു. 2 ചപ്പാത്തിയൊക്കെ ഞാൻ എടുത്തു. പക്ഷെ ഒരു ചപ്പാത്തി കഴിച്ചുള്ളൂ. ചപ്പാത്തിയും ഗ്രീൻ പീസ്, ഈ കടല ഗ്രീൻ പീസ് അങ്ങനത്തെ പൾസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കേണ്ട ഒരു ഫുഡാണ്. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് കഴിച്ചു തുടങ്ങിയതാണ് ഈ മുട്ട കേട്ടോ. അതിന് മുൻപ് അങ്ങനെ ഡെയിലി കഴിക്കുന്ന ഒരാളായിരുന്നില്ല. പ്രഗ്നൻസി ടൈമിൽ കഴിക്കാനും തീരെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. കാരണം ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടന് ഫുഡ് കൊടുക്കലാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്, ഉണ്ണിക്കുട്ടന് ഫുഡ് കൊടുക്കാന്നുള്ളത്. കംപ്ലീറ്റ് 6 മന്തിന് ശേഷമാണ് ഉണ്ണിക്കുട്ടന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. കുറുക്ക് തന്നെയാണ് ഇപ്പൊ അധികം കൊടുത്തു വരുന്നത്. റാഗിപ്പൊടി, കായപ്പൊടി, ഇതാണ് റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കണ്ടില്ലേ, ഫുഡ് കൊടുക്കാൻ വായ തുറക്കില്ലെങ്കിലും ഈ കളിപ്പാട്ടങ്ങളും ടോയ്സ് ഒക്കെ വായിലിടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഫുഡല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും സ്വന്തമായി വായിലിട്ടു. കുറുക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞപ്പോൾ അച്ചാച്ചനും കുട്ടിയും കൂടി നല്ല കളിയായി. അത് കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോൾ ആ മേമയുടെ ബുക്കൊക്കെ വലിച്ച് കീറി തുടങ്ങി. മേമ എന്തോ അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ബുക്ക് എടുത്തത്. പക്ഷെ കുട്ടി മേമേനെ അസൈൻമെന്റ് ചെയ്യാൻ സമ്മതിച്ചില്ല തോന്നുന്നു. ഉൺഷൂട്ടിന് ഇപ്പോൾ ബുക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. വലുതാകുമ്പോൾ എന്താവുമെന്ന് ആർക്കറിയാം. അങ്ങനെ മേമ രാജിവെച്ചു അസൈൻമെന്റിന്റെ കാര്യം. അങ്ങനെ പിന്നെ ലഞ്ച് കഴിക്കാൻ ടൈമായി പോയി നോക്കിയപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസും ചിക്കൻ റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അമ്മ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലിൽ ബിരിയാണി വെക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയുണ്ടാവില്ല. കാരണം ചെറുപ്പം മുതലേ ഞങ്ങൾ കഴിക്കുന്നത് ഈ സെയിം ബിരിയാണി തന്നെയാണ്. ഇതേപോലത്തെ ഒരു ബിരിയാണി ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കുന്നത് പോലെ തന്നെ എനിക്ക് ലഞ്ചും അത്യാവശ്യം നേരത്തെ തന്നെ കഴിക്കണം. കാരണം ഒരു 11:30 to 12 ഉള്ളിൽ എനിക്ക് ലഞ്ച് എന്തായാലും കഴിച്ചിരിക്കണം. ആദ്യമൊന്നും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് എനിക്ക് കറക്റ്റ് ടൈമിങ് അങ്ങ് ഫുഡിൽ വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ പോയാലും കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ ഒരു നോർമൽ ബിരിയാണി കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ മുട്ടയും സാലഡൊക്കെ വേണം. ചില ആൾക്കാർക്ക് സാലഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല ബിരിയാണിയുടെ കൂടെ. പക്ഷേ എനിക്ക് സാലഡ് ഇല്ലാതെ ബിരിയാണി കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് കണ്ടത്. എൻ്റെ പ്ലേറ്റിൽ ലെഗ് പീസ് ഉണ്ട് ഗൈസ്, ലെഗ് പീസ്. അങ്ങനെ ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പണ്ട് മുതലേ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് സമയം വേണം. വേഗം ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റും. ഞാനിവിടെ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ണിക്കുട്ടിരുന്ന് ഫോൺ വലിക്കാനായിട്ടോ. അതാണ് സൗണ്ട് കേൾക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഉണ്ണിക്കുട്ടനും കൂടി. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു പായൊക്കെ വിരിച്ച് അവൻ ഹെൽത്തിരുത്തി കളിക്കാനായിട്ട്. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ കമിഴ്ന്നിട്ട് ചെറുതായിട്ട് നീന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ട് കുത്താനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം കളിച്ച് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ആക്കി. പിന്നെ വൈകുന്നേരം ആയിട്ടോ. അതിനിടയിലുള്ള വ്ളോഗൊന്നും ഞാൻ പിന്നെ എടുത്തില്ല. പ്രത്യേകിച്ചൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല. രാത്രി പിന്നെ അച്ഛൻ വന്നപ്പോൾ നല്ല ചൂട് കപ്പലണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും 2 അച്ഛന്മാരും വൈകുന്നേരം വരുമ്പോൾ കപ്പലണ്ടി കൊണ്ടുവരും കേട്ടോ. അതിപ്പോൾ ഒരു ശീലമായി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് നേരത്തെ ലഞ്ച് കഴിക്കുന്നതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് ഞാൻ അത്യാവശ്യം നേരത്തെ തന്നെ കഴിക്കും. ഒരു 6-6:30-7 തന്നെ ഫുഡ് കഴിക്കും. അച്ചാച്ചൻ കപ്പലണ്ടി കഴിക്കുന്നത് നോക്കിയിരിക്കണം
ഇരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് ശേഷം ഞാനില്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ അച്ഛനും അമ്മയും രാഹുലൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇത്രയും ദൂരേക്ക് യാത്ര പോകുന്നത്. എനിക്കാണ് യാത്ര പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഉണ്ണിക്കുട്ടൻ്റെ ഈ ഒരു ടൈമിൽ അവനെയും കൊണ്ട് ഇത്രയും ദൂരം റോഡ് ട്രിപ്പ് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള. അപ്പോൾ അവർ വരുന്നത് വരെ ഞാൻ ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ.